Good morning, everybody. My dear students, all of you are welcome to today's online class. Today, we are going to discuss a very important topic, namely models of teaching. Now, let us go through the topic in detail. Models of teaching. A teaching model is an instructional pattern based on a specific learning theory. ഒരു ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത് നിർദ്ദിഷ്ടമായ ഒരു ലേണിംഗ് തിയറിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ പാറ്റേൺ ആണ്. അതായത് ബോധനം ഫലപ്രദമായി നടത്താൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു പാറ്റേൺ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ സ്പെസിഫിക് ലേണിംഗ് തിയറി. Now there is a shift of educational psychology from learning to teaching, leading to effective learning. സമീപകാലത്ത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് ലേണിംഗ് എന്നുള്ളതിൽ നിന്നും ടീച്ചിങ് വിച്ച് ലീഡ്സ് ടു ഇഫക്റ്റീവ് ലേണിംഗ് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് പഠനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇപ്പോൾ ഫലപ്രദമായ പഠനം എങ്ങനെ നടക്കണം, അതിനനുസൃതമായ ടീച്ചിങ് എങ്ങനെ നടത്തണം എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി. എ ടീച്ചിങ് മോഡൽ ഈസ് എ തിയറി ഓഫ് ഇൻസ്ട്രക്ഷൻ. ഒരു ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത് ബോധനം എങ്ങനെ നടത്തുന്നതെന്ന് കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു തിയറിയാണ്. എ മോഡൽ ഓഫ് ടീച്ചിങ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ. ഒരു ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത് ഒരു വിവരണമാണ്, എങ്ങനെ ബോധനം നടത്തണം എന്നുള്ളതിൻ്റെ ഒരു വിവരണമാണ്. The descriptions have many uses, ranging from planning curriculum courses, units and lessons to design instructional materials. ഈ വിവരണങ്ങൾക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അത് കരിക്കുലം കോഴ്സസ്, യൂണിറ്റ്സ്, ലെസൺസ് ഇവയൊക്കെ പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, ബോധനത്തിന് അനുയോജ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, പഠന സാമഗ്രികൾ ഡിസൈൻ ചെയ്യുക. ഇങ്ങനെ ഒരുപാട് യൂസസ് ഈ ഡിസ്ക്രിപ്ഷനുണ്ട്. ജോയ്സ് ആൻഡ് വെൽ in 2003 defined teaching models as a pattern of plan that we can use to design face-to-face teaching in classrooms or tutorial settings and shape instructional materials. ജോയ്സും വെല്ലും ടീച്ചിങ് മോഡലിൻ്റെ 2003 ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആസ് എ പാറ്റേൺ ഓഫ് പ്ലാൻ ദാറ്റ് വി ക്യാൻ യൂസ് ടു ഡിസൈൻ ഫേസ് ടു ഫേസ് ടീച്ചിങ് ഇൻ ക്ലാസ് റൂംസ് ഓർ ട്യൂട്ടോറിയൽ സെറ്റിങ്സ്. ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ സെറ്റിങ്ങിൽ ഫേസ് ടു ഫേസ് ടീച്ചിങ്ങിന് കുട്ടികളുമായിട്ട് വിദ്യാർത്ഥികളുമായിട്ടുള്ള മുഖാമുഖം ബോധനം നടത്താൻ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന ഒരു ഡിസൈനായിട്ടാണ് ഇത്. ആ ഡിസൈന് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാറ്റേൺ ഓഫ് പ്ലാൻ. ഒരു കൃത്യമായ ഒരു ശ്രേണി ഉള്ള ഒരു പദ്ധതിയാണ്, ഒരു പ്ലാനാണ്. ആൻഡ് ഷേപ്പ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ബോധനത്തിന് ആവശ്യമായിട്ടുള്ള പഠന സാമഗ്രികൾ അത് ഷേപ്പ് ചെയ്യുക, അതിന് രൂപം നൽകുക. ഇതാണ് ഒരു ടീച്ചിങ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ജോയ്സ് ആൻഡ് വെല്ല് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ക്ലാസ് റൂം ടീച്ചിങ് ഈസ് സെലക്ഷൻ, സീക്വൻസിങ് ആൻഡ് സ്ട്രക്ചറിങ് ഓഫ് കരിക്കുലം മെറ്റീരിയൽസ് ആൻഡ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് സെയിം ടു ദ സ്റ്റുഡൻസ്. ക്ലാസ് റൂം ടീച്ചിങ് എന്ന് പറയുന്നത് കരിക്കുലം മെറ്റീരിയൽസ്, പാഠ്യപദ്ധതി സാമഗ്രികൾ, അതുപോലെ തന്നെ അതിൻ്റെ സെലക്ഷൻ, സീക്വൻസിങ് ആൻഡ് സ്ട്രക്ചറിങ്, അത് തിരഞ്ഞെടുക്കുക, ഉചിതമായിട്ടുള്ള കരിക്കുലം മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ അതിനെ ക്രമീകരിക്കുക, അതിനെ സ്ട്രക്ചർ ചെയ്യുക. അതാണ് ക്ലാസ് റൂം ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ കരിക്കുലം മെറ്റീരിയലിനെ കൃത്യമായിട്ട് കുട്ടികളിലേക്ക് ട്രാൻസാക്ട് ചെയ്യുക, ഫലപ്രദമായ രീതിയിൽ ട്രാൻസാക്ട് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ടീച്ചിങ് മോഡൽ. ഒരു ടീച്ചിങ് മോഡലിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. മോഡൽ ഈസ് ബിൽറ്റ് അപ്പ് സച്ച് ആസ് ക്രിയേഷൻ ഓഫ് ലേണിംഗ് എൻവയറൺമെൻറ്റ്, സ്ട്രോങ് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ആൻഡ് ദ പ്ലാൻഡ് യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജീസ്. ഒരു മോഡല് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആസ് എ ക്രിയേഷൻ ഓഫ് ലേണിംഗ് എൻവയറൺമെൻറ്റ്,
ഒരു നല്ല ഒരു പഠനാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. സ്ട്രോങ് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. അധ്യാപകനും കുട്ടികളും തമ്മിലുള്ള ഫലപ്രദമായിട്ടുള്ള ശക്തമായ ഇടപെടലുകൾ. ആൻഡ് ദ പ്ലാൻഡ് യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജീസ്. അതുപോലെ തന്നെ പ്ലാൻഡ് ആയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള രീതിയിൽ ഉചിതമായിട്ടുള്ള പഠന തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു മോഡൽ ബിൽറ്റ് ചെയ്തിട്ടുള്ളത്. പ്രൊവൈഡ്സ് അപ്രോപ്രിയേറ്റ് എക്സ്പീരിയൻസ് ടു ദ ടീച്ചേഴ്സ് ആൻഡ് ദ ടോട്ട്സ്. ഒരു ടീച്ചിങ് മോഡൽ അധ്യാപകരും കുട്ടികൾക്കും ഉചിതമായിട്ടുള്ള അനുഭവങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ മോഡൽ എൻഷ്യൂർസ് ടു ദ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ്. ഈ മോഡല്, ഒരു ടീച്ചിങ് മോഡല് അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളുടെ ഉത്തരം എൻഷ്യൂർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ചോദ്യങ്ങളിലായി? ഹൗ ഡസ് ദ ടീച്ചർ ബിഹേവ്? എങ്ങനെയാണ് ഒരു ടീച്ചർ ബിഹേവ് ചെയ്യുന്നത്? ക്ലാസ് റൂം ബിഹേവിയർ ഓഫ് എ ടീച്ചർ എങ്ങനെയായിരിക്കണം? ഹൗ സ്ട്രാറ്റജീസ് ഓർഗനൈസ്? എങ്ങനെയാണ് പഠനതന്ത്രങ്ങൾ സംഘടിപ്പിക്കേണ്ടത്? വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ടീച്ചർ പീപ്പിൾ ഇൻട്രാക്ഷൻ? അധ്യാപകനും കുട്ടികളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ഇടപെടലുകൾ, അതിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം? ആൻഡ് വാട്ട് ആർ ദ സപ്പോർട്ട് മെറ്റീരിയൽസ്? പിന്നെ എന്തൊക്കെയായിരിക്കണം അതിനുള്ള പിന്തുണ സാമഗ്രികൾ? ഇത്തരം 3-4 ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നുണ്ട് ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത്. മോഡൽ ഓഫ് ടീച്ചിങ് ഈസ് ഡിസൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ്. ടീച്ചിങ് മോഡൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ പഠിതാക്കളുടെ പഠന പ്രക്രിയയിലുള്ള വ്യക്തിവ്യത്യാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. കുട്ടികളെല്ലാം എല്ലാവരും ഒരുപോലെയല്ല. ഒരു കുട്ടി ഒരു കുട്ടിയെ പോലെ ഉണ്ടാവില്ല. ഓരോരുത്തരും യുണീക്കാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ വ്യക്തിവ്യത്യാസങ്ങൾ, ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ടീച്ചിങ് മോഡൽ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് എലമെൻറ്റ്സ് ഓഫ് എ ടീച്ചിങ് മോഡൽ. ഒരു ടീച്ചിങ് മോഡലിനുള്ള പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് എന്തൊക്കെയെന്ന് പരിശോധിക്കാം. സിൻടാക്സ്, സോഷ്യൽ സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, സപ്പോർട്ട് സിസ്റ്റം, ഇൻസ്ട്രക്ഷണൽ ഇഫക്ട്സ് ആൻഡ് നർച്ചറിങ് ഇഫക്ട്സ്. ഈ 5 എലമെൻറ്റ്സാണ് പ്രധാനമായൊരു ടീച്ചിങ് മോഡലിന് ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ എലമെൻറ്റും വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ്ലി സിൻടാക്സ്. സിൻടാക്സ് ഡിസ്ക്രൈബ്സ് ദ മോഡൽ ഓഫ് ആക്ഷൻ. സിൻടാക്സ് മോഡൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വിവരിക്കുന്നതാണ് സിൻടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മോഡൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് രീതിയിലാണ് ഒരു മോഡൽ പ്രവർത്തിക്കുന്നത് അതിനെ പ്രതിപാദിക്കുന്നതാണ് സിൻടാക്സ്. ദേ ആർ ദ ഫേസ് ഓഫ് മോഡൽസ് ഓർ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. ശരിക്കും ഒരു മോഡലിൻ്റെ ഘട്ടങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ ക്രമം, അതാണ് ശരിക്കും സിൻടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ഓർഗനൈസേഷൻ ഓഫ് ദ കംപ്ലീറ്റ് പ്രോഗ്രാം ഓഫ് ടീച്ചിങ്. അധ്യാപനം എന്നുള്ള ഒരു പരിപാടി, അതായത് പ്രോഗ്രാം ഓഫ് ടീച്ചിങ് മുഴുവൻ, അതിൻ്റെ പ്രക്രിയകൾ മുഴുവൻ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു, അതിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്, സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ഓർഗനൈസേഷൻ, അത് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന ഭാഗമാണ് സിൻടാക്സ് എന്നുള്ളത്. ഇപ്പോൾ സിൻടാക്സ് എന്ന് പറയുന്ന ഒരു മോഡൽ ഓഫ് ആക്ഷനാണ്. ഡിസ്ക്രൈബ്സ് ദ മോഡൽ ഓഫ് ആക്ഷൻ. പിന്നെ എങ്ങനെയാണ് ഒരു മോഡൽ പ്രവർത്തിക്കേണ്ടതെന്ന് വിവരിക്കുന്നു. അതുപോലെ തന്നെ ദേ ആർ ദ ഫേസ് ഓഫ് മോഡൽസ് ഓർ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. ഒരു മോഡലിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ ക്രമമാണ്. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ഓർഗനൈസേഷൻ ഓഫ് ദ കംപ്ലീറ്റ് പ്രോഗ്രാം ഓഫ് ടീച്ചിങ്. അധ്യാപനം എന്ന പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള മുഴുവൻ സ്റ്റെപ്പുകളും അത് കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. ഇതാണ് സിൻടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Secondly, we can discuss social system. It explains structure of learning environment in the classroom. ഒരു ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കേണ്ട പഠനാന്തരീക്ഷത്തിൻ്റെ ഘടന എന്തായിരിക്കണമെന്ന് കൃത്യമായിട്ട് വിവരിക്കുന്നത് ഒരു സോഷ്യൽ സിസ്റ്റം. Describes the students and teachers' roles and friendships and kinds of norms that are emerged. കുട്ടികളുടെ അധ്യാപകരുടെയും റോള്, ക്ലാസ് റൂമിൽ എന്താണ് അവരുടെ റോള്, പങ്ക്, അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അതായത് സൗഹൃദപരമായ ഒരു അന്തരീക്ഷമാണോ അല്ലേ, എങ്ങനെയാണ് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ കൈൻഡ്സ് ഓഫ് നോംസ് ദാറ്റ് ആർ എമേർജ്ഡ്, എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് എമർജ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ക്ലാസ് റൂം ബിഹേവിയറിന്.
ക്ലാസ് റൂം ബിഹേവിയറുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നോംസ് മാനദണ്ഡങ്ങളാണ് എമർജ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം വിവരിക്കുന്ന ഒന്നാണ് സോഷ്യൽ സിസ്റ്റം. ദ ലീഡർഷിപ്പ് റോൾസ് ഓഫ് ടീച്ചേഴ്സ് വേരി ഗ്രേറ്റ്ലി ഫ്രം മോഡൽ ടു മോഡൽ. അധ്യാപകൻ്റെ ലീഡർഷിപ്പ് റോൾ എന്ന് പറയുന്നത്, നേതൃത്വപരമായ പങ്ക് എന്ന് പറയുന്നത് ഓരോ മോഡലിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എല്ലാ മോഡലും ഒരുപോലെയല്ല ഉണ്ടാവുക. ഇൻ സം മോഡൽസ് ദ ടീച്ചർ ഈസ് ദ സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി, ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ദ ഓർഗനൈസർ ആൻഡ് ഫേസ് ഓഫ് സിറ്റുവേഷൻസ്. ചില മോഡലുകളിൽ അധ്യാപകനാണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായിട്ട് ഉയർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ്റെ സോഴ്സ്, അതായത് വിവരങ്ങൾ അവിടെ ആധികാരികമായിട്ടുള്ള സ്രോതസ് എന്ന് പറയുന്നു അവിടെ അധ്യാപകനാണ്. അതുപോലെ തന്നെ ഹീസ് ദ ഓർഗനൈസർ ആൻഡ് ഫേസ് ഓഫ് സിറ്റുവേഷൻസ്. ശരിയായ രീതിയിലുള്ള സിറ്റുവേഷൻസ്, പഠനം ശരിക്കും നടക്കാൻ ആവശ്യമായ സിറ്റുവേഷൻസ് ഓർഗനൈസ് ചെയ്യുന്നതും അധ്യാപകനാണ്. അപ്പോൾ അവിടെ അധ്യാപകനാണ് മേജർ റോള് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിലുള്ള മോഡൽസിനെ ഹൈലി സ്ട്രക്ചേർഡ് മോഡൽസ് എന്ന് പറയും. ഹൈലി സ്ട്രക്ചേർഡ്, അധ്യാപകന് കൂടുതൽ റോളുള്ള, ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള മോഡലായിരിക്കും ഹൈലി സ്ട്രക്ചേർഡ്. ഇൻ സം മോഡൽസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഈക്വൽ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. എന്നാൽ ചില മോഡലുകളിൽ പ്രവർത്തനങ്ങളെ അധ്യാപകനും കുട്ടികൾക്കും ഇടയിൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അധ്യാപകന് ഏതൊക്കെ റോള്, കുട്ടീൻ്റെ ഏതൊക്കെ റോള് എന്നുള്ളത് കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം മോഡലുകൾക്കാണ് മോഡറേറ്റ്ലി സ്ട്രക്ചേർഡ് മോഡൽസ് എന്ന് പറയുന്നത്. മോഡറേറ്റ്ലി സ്ട്രക്ചേർഡ് വേറെസ് അതേസ് പ്ലേസ് സ്റ്റുഡൻസ് ആസ് ദ സെൻറ്റർ. എന്നാൽ ചില മോഡലുകളിൽ കുട്ടികളാണ് കേന്ദ്രബിന്ദു. കുട്ടികളുടെ റോളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അത്തരം മോഡലിനാണ് ലോ സ്ട്രക്ചേർഡ് മോഡൽ എന്ന് പറയുന്നത്. അവിടെ കുട്ടിയായിരിക്കും പ്രവർത്തനങ്ങളുടെയൊക്കെ കേന്ദ്രബിന്ദു. അപ്പം 3 തരം മോഡൽസ്: ഹൈലി സ്ട്രക്ചേർഡ്, മോഡറേറ്റ്ലി സ്ട്രക്ചേർഡ് ആൻഡ് ലോ സ്ട്രക്ചേർഡ്. Next we can discuss principle of reaction. These are the rules to be followed by the teacher in responding to the learner. കുട്ടികളുമായിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ടീച്ചർ ഫോളോ ചെയ്യേണ്ട ചട്ടങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ആണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷനിൽ വിശദീകരിക്കുന്നത്. കുട്ടികളുമായുള്ള ഇൻട്രാക്ഷനിൽ, കുട്ടികളുമായുള്ള റെസ്പോണ്ടിങ്ങിൽ ടീച്ചർ എന്തൊക്കെ റൂൾസാണ് ഫോളോ ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങളിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് വിവരിക്കുന്നത്. ഇറ്റ് ടെൽസ് ദ ടീച്ചർ ഹൗ ടു റിഗാർഡ് ദ ലേണർ ആൻഡ് ഹൗ ടു റെസ്പോണ്ട് ടു വാട്ട് ദ ലേണർ ഡസ്. പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് പഠിതാവിനെ നമ്മൾ പരിഗണിക്കേണ്ടത്, എങ്ങനെയാണ് പഠിതാവിൻ്റെ പ്രവർത്തനങ്ങളോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള കാര്യങ്ങൾ പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ നമുക്ക് അറിവ് തരുന്നുണ്ട്. Support system. Fourthly, we can discuss support system. It is the additional requirements for teaching or any support for teaching that may be beyond human skills, capacities and technical facilities. ഹ്യൂമൻ സ്കിൽസിനും അതുപോലെ മനുഷ്യൻ്റെ നൈപുണികൾക്കും അതുപോലെ തന്നെ കഴിവുകൾക്കും, കപ്പാസിറ്റീസ്, അതുപോലെ ടെക്നിക്കൽ ഫെസിലിറ്റീസും സാങ്കേതികമായ സൗകര്യങ്ങളും അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ചില അഡീഷണൽ റിക്വയർമെൻറ്റ്സ് ടീച്ചിങ്ങിന് ആവശ്യമാണ്. അപ്പോൾ അത്തരം അഡീഷണൽ റിക്വയർമെൻറ്റ്സിനെ പ്രതിപാദിക്കുന്നതാണ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോർട്ട് ഇൻ ടേംസ് ഓഫ് ബുക്സ്, ഫിലിംസ്, എയ്ഡ്സ്, ട്രാവൽ, എക്സ്പേർട്സ് എക്സെട്ര. നല്ല പുസ്തകങ്ങൾ, റെഫറൻസിലുള്ള പുസ്തകങ്ങൾ, പാഠ്യപദ്ധതിയായിട്ട് ബന്ധപ്പെട്ട കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കൂടുതൽ അറിവ് നേടാൻ ഉപയോഗിക്കാവുന്ന പുസ്തകങ്ങൾ, റെഫർ ചെയ്യാവുന്ന പുസ്തകങ്ങൾ, ഫിലിംസ്, അതുപോലെ തന്നെ എയ്ഡ്സ്, പഠനത്തിന് കുട്ടികൾക്ക് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ, പഠന പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുത്തുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കാൻ ആവശ്യമായിട്ടുള്ള എയ്ഡ്സുകൾ, പഠനോപകരണങ്ങൾ, അതുപോലെ ട്രാവൽ, യാത്രകൾ, ഫീൽഡ് ട്രിപ്പുകൾ, പല പാഠ്യപദ്ധതിയായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള ഫീൽഡ് ട്രിപ്പുകൾ, യാത്രകൾ, അതുപോലെ എക്സ്പേർട്സ്, ഒരു പാഠ്യപദ്ധതിയിലെ ചില ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചില എക്സ്പേർട്സുകൾ നമ്മൾ സമീപിക്കേണ്ടി വരും. എന്നിട്ട് അവരോട് അവരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ വിവരശേഖരണത്തിന് വേണ്ടി ശേഖരിക്കേണ്ടി വരും. അവരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരെ സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ട്
കുട്ടികൾക്ക് അറിവുകൾ പകർന്നു നൽകിക്കൊണ്ടൊക്കെയുള്ള. അപ്പോൾ ഇതൊക്കെയാണ് അഡീഷണൽ റിക്വയർമെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And lastly, instructional and nurturing effects. Instructional effects are those directly achieved by leading the learner in certain direction. Instructional effects കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കുട്ടികളെ അച്ചീവ് ചെയ്യുന്നത് എന്താണ്? ബൈ ലീഡിങ് ദ ലേണർ ഇൻ സർട്ടൺ ഡയറക്ഷൻ. ചില പ്രത്യേക ദിശയിലേക്ക് ടീച്ചർ കുട്ടികളെ ലീഡ് ചെയ്തുകൊണ്ട് കുട്ടികൾ അച്ചീവ് ചെയ്യുന്ന, കുട്ടികൾ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അച്ചീവ് ചെയ്യുന്ന, നേടിയെടുക്കുന്ന ഇഫക്ട്സുകളാണ് ഇൻസ്ട്രക്ഷണൽ ഇഫക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് എക്സ്പ്ലിസിറ്റ് ഇഫക്ട്സ് എന്നും അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഇഫക്ട്സ് എന്നും പറയുന്നുണ്ട്. കോഗ്നിറ്റീവ് ഇഫക്ട്സ് എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ കൂടി കുട്ടികളെ നേടിയെടുക്കുന്ന അറിവുകൾ, പുതിയ അറിവുകൾ, കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. നർച്ചറിങ് ഇഫക്ട്സ് മീൻസ് ഇൻഡയറക്റ്റ് ഇഫക്ട്സ് ഓഫ് ദ മോഡൽ ഓർ ഹിഡൻ ഇഫക്ട്സ്. എന്നാൽ നർച്ചറിങ് ഇഫക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? പരോക്ഷമായിട്ടുള്ള ഇഫക്ട്സുകളാണ്. മോഡലിൻ്റെ പരോക്ഷമായിട്ടുള്ള ഇഫക്ട്സുകൾ അല്ലെങ്കിൽ ഹിഡൻ ഇഫക്ട്സ് ആണ്. ഹിഡൻ ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഇഫക്ട്സുകൾ, ഡയറക്റ്റ് അല്ല. ഇറ്റ് ഈസ് ഇംപ്ലിസിറ്റ് ഇഫക്ട്സ്. അതുകൊണ്ടാണ് ഇംപ്ലിസിറ്റ് ഇഫക്ട്സ് എന്ന് പറയുന്നത്. ഇൻ ദ ലേണിംഗ് എൻവയർമെൻറ്റ് വിച്ച് ആർ എഫക്റ്റീവ് ചേഞ്ചസ് ഇൻ ദ ലേണർ. പഠനാന്തരീക്ഷത്തിൽ കുട്ടികളെ അറിയാതെ തന്നെ കുട്ടികൾ നേടിയെടുക്കുന്ന ഹിഡനായിട്ടുള്ള ഇഫക്ട്സുകൾ, ഇംപ്ലിസിറ്റായിട്ടുള്ള ഇഫക്ട്സുകൾ വിച്ച് ആർ എഫക്റ്റീവ് ചേഞ്ചസ് ഇൻ ദ ലേണർ. അത് പഠിതാക്കളിൽ എഫക്റ്റീവായ ചേഞ്ചസ് വരുത്തി തീർക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ആ എഫക്റ്റീവ് ഡൊമൈൻ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബ്ലൂംസിൻ്റെ ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷൻ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ 3 ഡൊമൈന് പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? കോഗ്നിറ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോ ഡൊമൈൻ ആൻഡ് എഫക്റ്റീവ് ഡൊമൈൻ. അപ്പോൾ ഇവിടെ എഫക്റ്റീവ് ഡൊമൈനിൽ കുട്ടികളെ സ്വായത്തമാക്കുന്ന വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് മുതലായ കാര്യങ്ങൾ ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. ചില പാഠഭാഗങ്ങളൊക്കെ പഠിച്ചാൽ കുട്ടികൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ആറ്റിറ്റ്യൂഡ്സ്, നല്ല മനോഭാവങ്ങൾ വളർത്തിയെടുക്കണം. ഓരോ പാഠ്യപദ്ധതി ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ട് വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് കുട്ടി അക്വയർ ചെയ്യേണ്ടതുണ്ട്. അത് എന്താണ്? അതിൽ കുട്ടി അവിടെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് കോഗ്നിറ്റീവ് ഇഫക്ട്സിന് അപ്പുറത്തേക്ക് കുട്ടി ആർജിച്ചെടുക്കുന്ന ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഇഫക്ട്സുകളാണത് എഫക്റ്റീവ് ഇഫക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എഫക്റ്റീവ് ചേഞ്ചസ് ഇൻ ദ ലേണർ, കുട്ടികളുണ്ടാവുന്ന മനോഭാവത്തിലും മൂല്യങ്ങളിലും ഒക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ഇതാണ് നർച്ചറിങ് ഇഫക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 2 തരം ഇഫക്ട്സ്, ഒന്ന് ഇൻസ്ട്രക്ഷണൽ ഇഫക്ട്സ് ആൻഡ് നർച്ചറൽ ഇഫക്ട്സ്. യെസ്, ഓക്കെ. ഇത്രയാണ് 5 എലമെൻറ്റുകൾ എന്ന് പറയുന്നത് ടീച്ചിങ് മോഡലിൻ്റെ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.